അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രവാചകൻ ഹഗ്ഗായി 1:14 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദേവാലയ നിർമ്മാണത്തിൻ്റെ ദുഷ്കര സ്ഥിതി കണ്ട് ആ ദേവാലയം പണിതുയർത്താൻ വേണ്ടിയുള്ള ശാസനകൾ നൽകി നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി നടക്കുന്നു. അങ്ങനെയല്ല, എൻ്റെ ആലയം ഇതാ തകർന്നു കിടക്കുന്നു, നിങ്ങൾ പണിയണം എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കർത്താവിൻ്റെ ഈ വചനം. എന്താണ് വചനം? കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ സ്ഥിതിയൊക്കെ ആരറിയുന്നു? കുളിച്ചൊരു വസ്ത്രം എടുത്തു, തലയൊക്കൊന്ന് ചീകി നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന കൂട്ടങ്ങളിൽ നമ്മുടെ വെന്തുനീറുന്ന ഉള്ള് ആര് കണ്ടു? പലരും അവരുടെ സുഖങ്ങളിലൂടെ, അവരുടെ നിർദ്ദിഷ്ട സഞ്ചാര പഥങ്ങളിലൂടെ മുന്നേറുമ്പോൾ ഒരുവൻ അകം കത്തിക്കരിഞ്ഞ് മുഖം പ്രസന്നമാക്കി പിടിച്ച് ഹൃദയത്തിൽ സ്നേഹവുമായി നീങ്ങുന്നു. അവൻ്റെ മനസ്സിൻ്റെ ഉടഞ്ഞ ദുർസ്ഥിതി ആരായുന്നു? ആര് കേൾക്കാൻ തയ്യാറാകുന്നു? ആര് മനസ്സിലാക്കാൻ പുറപ്പെടുന്നു? ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും അവൻ്റെ ഉടഞ്ഞ സ്ഥിതിയിൽ അവനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ, അവനൊന്ന് പുതുക്കി പണിയാൻ ആരുണ്ട്? ആരുമില്ലേ. പക്ഷെ കർത്താവുണ്ട്. കർത്താവ് പറയാ, എൻ്റെ ആലയം ഉടഞ്ഞു കിടക്കുന്നു, നിങ്ങൾ ഭഗ്നാസരായി നിൽക്കരുത്, പുറപ്പെടുക, പണിയുക, ഞാൻ നിങ്ങളോട് കൂടെ. ഉന്മേഷത്തോടെ ഞാൻ നിങ്ങൾ പണിയുന്ന ആലയത്തിൽ പ്രത്യക്ഷനാകും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വാർത്ഥം വെടിഞ്ഞ് അവനവൻ്റെ കാര്യങ്ങളെ നീക്കിവെച്ച് എൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ ദൈവോന്മുഖമായ കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന നിർമ്മിതികൾ, അത് സ്നേഹം വറ്റിക്കിടക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് സ്നേഹം ഒഴുക്കുന്നതാണ്. മനസ്സുമെടുത്ത് നിരാശയുടെ ഇരുട്ടിൽ കഴിയുന്ന ഒരാൾക്ക് പ്രത്യാശയുടെ വാക്കുകൾ നൽകി അവനെ കൈപിടിച്ച് നടത്തുന്നതാണ്. അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ നിർമ്മിതികളിൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഉറച്ച ശബ്ദം. മാറ്റിപ്പറയാത്ത ദൈവമാണ്, കൂടെ വരുന്ന, കൂടെ കരയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.